ഒരു അപ്രതീക്ഷിത വമ്പൻ വിജയമാണ് ഇപ്പോൾ BJP നേടിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മറ്റെവിടെയുമല്ല, UP-യിലാണ്, ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നതെന്ന്. അതും എതിരില്ലാതെയാണ് BJP ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്. അതായത് 323 സീറ്റുകളിൽ 309 സീറ്റുകളും BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. വിശദമായി പറയുകയാണെങ്കിൽ UP സഹകരണ ഗ്രാമവികസന ബാങ്കിന്റെ 323 ശാഖകളിൽ 309 എണ്ണത്തിലും BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ ചെയർപേഴ്സൺമാരായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന SP-യോ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട്, ഇന്ത്യ സഖ്യം തന്നെ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി നടന്ന നാമനിർദ്ദേശ പ്രക്രിയ പൂർത്തിയായ ശേഷമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിച്ചത് തന്നെ. ബാക്കി 14 സ്ഥലങ്ങളിലേക്ക് ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടെന്ന് UP-യുടെ BJP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാം പ്രതാപ് സിംഗ് പറയുകയുണ്ടായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചെയർപേഴ്സൺമാർക്കും പാർട്ടി പ്രവർത്തകർക്കും BJP പ്രസിഡന്റ് ആയിട്ടുള്ള പങ്കജ് ചൗധരി UP പ്രസിഡന്റ് ആയിട്ടുള്ള പങ്കജ് ചൗധരി ആശംസകൾ നേരുകയുണ്ടായി. വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല എന്നും മറിച്ച് സഹകരണ മേഖലയിലെ പരിഷ്കരണത്തിൻ്റെയും വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹകരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും കർഷകരെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്നതിനും BJP സർക്കാർ എല്ലായ്പ്പോഴും സുതാര്യവുമായ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുൻ സർക്കാരുകളുടെ കാലത്ത് സഹകരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ക്രമക്കേടുകളുടെയും കേന്ദ്രങ്ങളായി മാറിയെന്ന് ചൗധരി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ്, SP, ഇന്ത്യ സഖ്യത്തിന് നേരെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സഹകരണ സ്ഥാപനങ്ങളെ വ്യക്തിപരമായ നേട്ടത്തിനും രാഷ്ട്രീയ സംരക്ഷണത്തിനുമുള്ള മാർഗമായി ഉപയോഗിച്ചു എന്നും ഇത് കർഷകരുടെയും ഗുണഭോക്താക്കളുടെയും വിശ്വാസമില്ലാതാക്കി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ എതിരില്ലാതെ 323 എണ്ണത്തിൽ 309 എണ്ണത്തിലും BJP എതിരില്ലാതെ വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയതെന്നുമാണ് അവിടെ BJP വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അതും ഈ ഒരു കൂറ്റൻ നേട്ടം എന്ന് പറയുന്നത് അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു നിർണായക നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഈ പറയുന്ന രീതിയിൽ സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ സഹകരണ ഗ്രാമവികസന ബാങ്കിന്റെ ഈ 323 ശാഖകളിൽ 309 എണ്ണത്തിലും ഇപ്പോൾ BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ ചെയർപേഴ്സൺമാരായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നാണം കെട്ട തോൽവിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.